കാട്ടാനശല്യത്താൽ ജീവിതം വഴിമുട്ടി തൃശൂർ പീച്ചി കുതിരാൻ മേഖലയിലെ ജനങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി തവണ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാന ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അധികൃതർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നെങ്കിലും തുടർ നടപടികളും ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. പീച്ചി വാഴാനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ പാണഞ്ചേരിയിലെ പതിവ് കാഴ്ചകളിൽ ഒന്നാണിത്. നേരെ മന്തിയായാൽ ഊരും കയ്യിൽ പിടിച്ച് കഴിയേണ്ട ഗതികേടിലാണ് ഒരു കൂട്ടം മനുഷ്യർ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരം ഭീതി പരത്തുന്ന ആന കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ മാത്രം വൻ കൃഷിനാശമാണ് മേഖലയിൽ വരുത്തിയത്. കുതിരാൻ, കൊമ്പഴ, രാമൻചിറ, ഇരുമ്പുപാലം, കരടിക്കുണ്ട്, കിഴക്കേ രാമൻചിറ, കള്ളക്കുന്ന്, വാണിയമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആനശല്യം അതിരൂക്ഷമായി തുടരുന്നത്. വീടുകൾക്കടുത്തേക്ക് പോലും നിരന്തരം എത്തുന്ന ആനയെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നും പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കഴിഞ്ഞ നവംബറിൽ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അന്ന് സ്ഥലത്തെത്തിയ വനം മന്ത്രി AK ശശീന്ദ്രൻ പല ഉറപ്പുകൾ നൽകി മടങ്ങിയെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. കുങ്കി ആനകളെ എത്തിച്ചും AI ക്യാമറകൾ ഉപയോഗിച്ചും നേരത്തെ മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ദൗത്യം ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നായിരുന്നു അന്നത്തെ പ്രധാന വാഗ്ദാനം. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും അതിനുള്ള നടപടികൾ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. പാണഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡായ വാണിയമ്പാറയിലെ 180 കുടുംബങ്ങളാണ് കാട്ടാനശല്യത്താൽ നിരന്തരം ബുദ്ധിമുട്ടുന്നത്. കുതിരാൻ മുതൽ കള്ളക്കുന്ന് വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്ത് ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചാൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാം. എന്നാൽ അതിനുള്ള നടപടികളും എങ്ങുമെത്താതെ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ നിരന്തര ശല്യമുണ്ടാക്കുന്ന ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ.